ഹായ് ഹലോ ഇന്ന് എനിക്കൊരു പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആട്ടോ. അതുകൊണ്ട് രാവിലെ തന്നെ വേഗം വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ചെല്ലത്ത് മടപ്പുരയിലേക്ക് പോയേ. എന്ത് വിശേഷ ദിവസം ഉണ്ടെങ്കിലും എനിക്ക് മുത്തപ്പനെ കണ്ടിട്ട് കിട്ടുന്ന ഒരു സമാധാനം വേറെ എവിടെ പോയാലും കിട്ടില്ല കേട്ടോ. അങ്ങനെ വേഗം മുത്തപ്പനെ പഴങ്കുറ്റിയൊക്കെ കഴിപ്പിച്ച് ഞാൻ മുത്തപ്പനെയൊക്കെ കണ്ടു തൊഴുതേ. അതുപോലെ നമ്മുടെ ചെല്ലത്ത് മടപ്പുരയിൽ തിറ ഉത്സവം നടക്കുകയാണ്. എൻ്റെ ബർത്ത്ഡേൻ്റെ സമയത്ത് തന്നെയാണ് കേട്ടോ ഇവിടെ എന്നും ഉത്സവം ഉണ്ടാവുക. അതും എനിക്ക് എന്തോ ഒരു ഭയങ്കര ഒരു ഭാഗ്യമുള്ള പോലെ തോന്നിയിട്ടുണ്ടായി. അങ്ങനെ മുത്തപ്പനെയൊക്കെ കണ്ടു തൊഴുത് ഞങ്ങൾ മടങ്ങി. ഇനി എനിക്ക് കിട്ടിയ കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ ഒന്ന് കാണിക്കാം കേട്ടോ. ഇതൊക്കെ എനിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആട്ടോ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത്. ഇതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. എന്താ പറയുക, ഞാൻ ആരാ തന്നതെന്നോ ഒന്നും റിവീൽ ചെയ്യുന്നില്ല. കാരണം അത് അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്ന ആൾക്കാരുടെ പേരൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ റിവീൽ ചെയ്യാത്ത കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ഹാമ്പർ തുറന്നപ്പം എൻ്റെ കണ്ണ് നിറഞ്ഞു പോയെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. കാരണം എൻ്റെ ഇഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് തന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ തന്നെയായിരുന്നു കേട്ടോ. ഇതിലുള്ള ഓരോ ഐറ്റംസും ഞാൻ ഇഷ്ടപ്പെടുന്നത്, ഞാൻ ആഗ്രഹിക്കുന്ന കുറേ സാധനങ്ങൾ മാത്രമായിരുന്നേ. തന്ന ആളതൊക്കെ പേര് പറയണം, എല്ലാ ഗിഫ്റ്റും തന്നതൊക്കെ പറയണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അവരുടെ ഒരു റിക്വസ്റ്റ് പ്രകാരം ആണ് ഞാനിതൊന്നും റിവീൽ ചെയ്യാത്ത കേട്ടോ. ഒരു ഗിഫ്റ്റും തന്നതൊന്നും ഞാൻ എവിടെയും റിവീൽ ചെയ്യുന്നില്ല. അപ്പം ഇത്രയാണ് കേട്ടോ അതിലുണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത സെറ്റ് ഞാൻ ഇത് ഓപ്പൺ ആക്കുവാണ്. ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റിൻ്റെ ഒരു സെറ്റ് തന്നെയായിരുന്നു. ഞാൻ പൊതുവേ വാച്ച് അങ്ങനെ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. പക്ഷേ ഈ ഒരു വാച്ച് എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന ആകെയുള്ളൊരു ടൈപ്പ് എന്ന് വേണമെങ്കിൽ ഇത് പറയാം. ഞാനൊരു ഹേസൽനട്ട് ലവറാട്ടോ. ചോക്ലേറ്റിൻ്റെ ഫ്ലേവറിലൊക്കെ എനിക്ക് ഹേസൽനട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹേസൽനട്ടിൻ്റെ ഫ്ലേവർ ആയിട്ടുള്ള ഈ ഒരു ഡയറി മിൽക്ക് ചോക്ലേറ്റും അതുപോലെ തന്നെ ആ ന്യൂട്ടലി എനിക്ക് കിട്ടിയ കേട്ടോ. അപ്പോൾ ഇത്രയായിരുന്നു ആ ഒരു സെറ്റിലുണ്ടായിരുന്നത്. പിന്നെ അടുത്ത ഗിഫ്റ്റ് ഞാൻ എൻ്റെ ഓപ്പൺ ആക്കുവാണ്. ഇതും ഓപ്പൺ ആക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഇതൊക്കെ തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്. ഞാൻ പറഞ്ഞല്ലോ പേര് റിവീൽ ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ലായിട്ടല്ല, അവരുടെ ആഗ്രഹപ്രകാരമാണ് ഇതൊന്നും പറയാത്ത കേട്ടോ. ഇതിനകത്താണെങ്കിൽ ഒരുപാട് സെറ്റ് ഓഫ് ഇതുപോലെ ഐറ്റംസ് തന്നെയായിരുന്നേ. പിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന വേറൊരു ചോക്ലേറ്റാണ് കിറ്റ്കാറ്റ്. അപ്പോൾ അതാണ് ഇതിനകത്തുണ്ടായിരുന്നത്. ഇനി എനിക്ക് ലാസ്റ്റായിട്ട് വേറൊരു ഗിഫ്റ്റ് കാണിച്ചാലുള്ളത് ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ആ ഒരു ചുരിദാറും അതുപോലെ തന്നെ ഇതും എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാട്ടോ. അപ്പോൾ ഇത്രയും ഗിഫ്റ്റ്സാണ് എനിക്ക് കിട്ടിയത്. കൈ നിറയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ ഇതിൻ്റെ ആഡ് ചെയ്യാണ്. എനിക്ക് എൻ്റെ ബർത്ത്ഡേൻ്റെ തലേ ദിവസം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഒരു സർപ്രൈസ് ബർത്ത്ഡേ കേക്ക് കട്ടിങ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഞാൻ അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഫ്രണ്ട് സോനയുടെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടൊന്ന് പോയായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് അവരെനിക്ക് സർപ്രൈസ് ആയിട്ട് തന്ന ഒരു സംഭവം കേട്ടോ. ഞാൻ ഒന്നും അറിഞ്ഞില്ല. ജസ്റ്റ് എൻട്രി ചെയ്തപ്പോൾ തന്നെ എന്തോ ഇങ്ങനെ ചുമ്മാ കയറിയിട്ട് വീഡിയോ എടുക്കുന്നതാണെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്നാണ് കേക്ക് കണ്ടതും ഷോക്കായത് കേട്ടോ. അപ്പം അതിലും ഭയങ്കരമായിട്ട് സർപ്രൈസായി. എന്താ പറയുക, എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇത്തവണത്തെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും ഹാപ്പിയായി. ഒരുപാട് ഗിഫ്റ്റ് കിട്ടി. വളരെ സന്തോഷം. തന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അതുപോലെ ഒരുപാട് പേര് എന്നെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും തിരിച്ച് ഞാൻ വലിയൊരു താങ്ക്സ് പറയുന്നു. എന്താ പറയുക, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണു നിറഞ്ഞു പോകുന്നൊരവസ്ഥ തന്നെയാണ്. അത്രയും ഹാപ്പി ആട്ടോ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങൾ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.